Vamos acreditar e esta vitória vai ser nossa. Bora, bora. Vamos até o fim. Vamos até o fim. ഇന്ന് നിങ്ങൾക്ക് പോർച്ചുഗൽ എന്ന ടീമിനെ വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട്. ഫുട്ബോൾ ലോകത്തെ ചർച്ചകളിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത തലത്തിലേക്ക് അവർ എത്തി നിൽക്കുകയാണല്ലോ. വിമർശിക്കാനാണെങ്കിൽ കൂടി നിങ്ങൾ അവരുടെ കളി കാണുന്നുണ്ട് എന്നെനിക്കറിയാം. ഇന്ന് നിങ്ങളിൽ വലിയ നിരാശയും ബാധിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്തെന്നോ, പോർച്ചുഗൽ എന്ന ടീം ഇന്ന് ഈ യുഗത്തിലെ എല്ലാ ടീമുകൾക്കും ഭീഷണിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെ. എന്നാൽ ഇപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം അത് തന്നെയാണോ എന്നെനിക്ക് തോന്നുന്നില്ല. 40 പിന്നിട്ടിട്ടും നരവീണ നാളുകളിലും ഫുട്ബോളിലെ കളിമൈതാനങ്ങളിൽ അയാളിങ്ങനെ തുടർന്നു തന്നെയാണ് നിങ്ങളിൽ പലരിലും നിരാശ പടർത്തുന്നത് എന്നെനിക്കറിയാം. 1000 പേർ പരിഹസിച്ച് അവസാനിച്ചിടത്തു നിന്നും അയാൾ പുതിയ കഥ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ചിലക്കയാൾ ഏറ്റവും മോശപ്പെട്ട കളിക്കാരനായി മാറുകയാണ്. എന്തൊരു അത്ഭുതമാണല്ലേ. എങ്കിൽ നീയെല്ലാം ഏത് നായകന്മാരെ മനസ്സിൽ കൊണ്ടു നടന്നാലും ഉയർത്തിപ്പിടിച്ചാലും ആരാധിച്ചാലും അവർക്കൊന്നും അയാളുടെ നിഴലിലോ ഏതൈലത്തോ എത്താൻ കഴിയില്ല എന്നതാണ് പരമയാഥാർത്ഥ്യം. കാരണം അയാൾ വെട്ടിപ്പിടിച്ചതൊന്നും പൂർണ്ണതയിൽ നിന്നായിരുന്നില്ലല്ലോ. ഇന്ന് കാണുന്ന പോർച്ചുഗൽ ആയിരുന്നില്ല അത്. ഇസോബിയും ഫിഗയുമെല്ലാം പന്ത് കെട്ട് കളിച്ചിട്ട് പോലും ഒന്നും നേടാൻ സാധിക്കാത്ത ചരിത്രമാണ് അവർക്കന്നുണ്ടായിരുന്നത്. കിരീടങ്ങളുടെ കഥ പറയാനില്ലാതെ തലതാത്തി മടങ്ങേണ്ടി വന്ന തലമുറകൾ അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. നിരാശപ്പാടത്തളം കെട്ടി കിടന്നിരുന്ന ഗാലറിയും പോർച്ചുഗൽ ഫവേലുകളും ഇരുട്ട് നിറഞ്ഞ നാളുകളും അവർക്കുണ്ടായിരുന്നു. ഒടുക്കം ആ ജനതയ്ക്ക് വേണ്ടി ഒരാൾ ആ മണ്ണിൽ ജന്മം കൊള്ളുകയായിരുന്നില്ലേ. പല ഇതിഹാസങ്ങളും തുടങ്ങിയതുപോലെ പാരമ്പര്യത്തിന് നെറുകിൽ ചവിട്ടിയായിരുന്നില്ല അവൻ പിച്ച വെച്ച് നടന്നത്. പലരും സമ്പാദിച്ചു വെച്ച ചരിത്രങ്ങളുടെ കഥകളിലേക്ക് പുതിയ ഏടുകൾ ചേർക്കാനുള്ള അവതാരങ്ങളിൽ ഒരാളുമായിരുന്നില്ല അയാൾ. ഇരുട്ടു നിറഞ്ഞ ഒരു സാമ്രാജ്യത്തിൻ്റെ ചെളിപുരണ്ട ഭൂതകാലത്തിലേക്കാണ് അയാൾ പിറന്നു വീഴുന്നത്. മരണത്തെയും പട്ടിണിയെയും പരവട്ടത്തെയും ഹൃദയരോഗത്തെയും പോരാടി തോൽപ്പിച്ചവൻ കാൽപന്ത് തട്ടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവനിയോഗം പോലെ അവൻ്റെ ജന്മലക്ഷ്യം താനെ അവനിലേക്ക് വന്നു ചേരുകയായിരുന്നു. അന്നയാൾ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയ ജനതയുടെ എല്ലാ പ്രതീക്ഷകളെയും വഹിച്ചുകൊണ്ട് ബൂട്ടുകെട്ടി മൈതാനത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് നടന്നതെല്ലാം പിറന്നതെല്ലാം ചരിത്രമായിരുന്നു. ആളും മാനവങ്ങളും ഇല്ലാതിരുന്ന സാമ്രാജ്യം, ഇരുട്ടു നിറഞ്ഞ ഭൂതകാലം പേറിയ ജനത, അവരിന്ന് ഏത് പോരാട്ടത്തിനും കെൽപ്പുള്ള ശക്തിയായി തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നില്ലേ. അയാൾ തകർത്ത റെക്കോർഡുകളും കീഴടക്കിയ കിരീടങ്ങളും വെട്ടിപ്പിടിച്ച പുരസ്കാരങ്ങളെല്ലാം പോർച്ചുഗീസുകാരുടെ വിജയത്തിനും കൂടിയായിരുന്നു. പിന്നീട് ഒരിക്കൽ കിട്ടാക്കിരീടം പോർച്ചുഗൽ തെരുവിലേക്ക് എത്തിച്ചുകൊണ്ട് അയാൾ ആ ജനതയെ സന്തോഷത്തിൽ ആരാടിക്കുകയും ചെയ്യുന്നുണ്ട്. പാരമ്പര്യത്തിൻ്റെ പുകൾപ്പറ്റ കഥകളൊന്നും അയാൾക്ക് താങ്ങായും തണലായും എക്കാലത്തും ഉണ്ടായിരുന്നില്ല. ശൂന്യതയിൽ നിന്നും പുതിയ പാരമ്പര്യം പുലർത്തി വരും തലമുറയ്ക്കായി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അയാൾ. അതിനാൽ പോർച്ചുഗൽ ഫുട്ബോൾ ചരിത്രം അയാൾക്ക് മുൻപും അയാൾക്ക് ശേഷമെന്നും തലമുറയോട് കാലത്തിന് സംസാരിക്കേണ്ടി വരും. ഒന്നുമില്ലായ്മയിൽ നിന്നും ജീവിതത്തിലേക്ക് വെട്ടിപ്പിടിച്ച് കയറാൻ ഒരുങ്ങിയ ഒരു മനുഷ്യനാൽ തീർക്കപ്പെട്ട സാമ്രാജ്യം. ഇങ്ങനെയാണല്ലോ യഥാർത്ഥ ചരിത്രം സൃഷ്ടിക്കപ്പെടേണ്ടത്.
ചരിത്രം അങ്ങനെയാണ്. അല്ലെങ്കിൽ പോർച്ചുഗലിലെ ഫുട്ബോൾ ടീമിൻ്റെ ചരിത്രം അയാളിലൂടെയാണ് ലോകം വായിക്കപ്പെടുന്നത്. 2004 വരെ പോർച്ചുഗൽ എന്ന രാജ്യം തങ്ങളുടെ ചരിത്രത്തിൽ അന്നേ വരെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പോലും ഫൈനലിൽ എത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഒരു 19 വയസ്സുകാരൻ പയ്യൻ ഡച്ചിനെതിരെ നേടിയ ആ ഗോളിന് ആദ്യമായി ആ ജനതയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുകയായിരുന്നു. പിന്നീട് നടന്നതെല്ലാം ചരിത്രമായിരുന്നു. ശേഷം എണ്ണം പറഞ്ഞ 3 ഫൈനലുകൾ, 3ലും സെമി കടന്നത് ക്രിസ്റ്റിയുടെ ഗോളുകളിൽ തന്നെ. യൂറോ 2016 വെയിൽസിനെതിരെയുള്ള ആദ്യ ഗോൾ, യുഎഫ്എ നാഷൻസ് ലീഗിൽ 2019 സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള ഹാട്രിക്. അങ്ങനെയാണ് അയാളുടെ രാജകീയമായ 2 എൻട്രികളും. അന്ന് 2004 19-ാം വയസ്സിൽ തൻ്റെ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ച അതേ മനുഷ്യൻ തന്നെ ഇതാ വീണ്ടും 40-ാം വയസ്സിൽ മറ്റൊരു ഫൈനലിലേക്ക് പോർച്ചുഗൽ നാഷണൽ ടീമിനെ എത്തിച്ചിരിക്കുന്നു. അവിടെയും ചരിത്രമുണ്ട്. 25 വർഷത്തിന് ശേഷം ജർമ്മനിക്കെതിരെയുള്ള ആദ്യ വിജയം. എന്തൊരു കഥയാണ് അയാളുള്ളത്. പോർച്ചുഗൽ നാഷണൽ ടീമിന് പോലും ഈ ലോകത്തൊരു അഡ്രസ് ഉണ്ടാക്കിയെടുക്കുന്നത് പോലും ആ മനുഷ്യനിലൂടെയായിരുന്നു. അയാളുടെ സമകാലിക ഇതിഹാസങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഫിഗോ യുസിയോബ കഥകൾ അയാൾക്ക് മുകളിൽ എത്ര ചാർത്തി ന്യായീകരിക്കുവാൻ ശ്രമിച്ചാൽ പോലും കാലത്തിൻ്റെ കണക്കുകൾ അവയോടെന്നും സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അർജന്റീനയ്ക്കും മെസ്സിക്കും നെയ്മറിനും ബ്രസീലിനുമെല്ലാം മുന്നിൽ പാരമ്പര്യത്തിൻ്റെ കൂട്ടുണ്ടായിരുന്നു. എന്നാൽ അയാൾക്ക് മുന്നിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും വെളിച്ചം മാത്രമാണ് ഇന്നേ വരെ വഴിതെളിച്ചിട്ടുള്ളത്. എന്നിട്ടും എല്ലാം മറന്ന് ആ ജനത അയാളെ വിശ്വസിച്ചിരുന്നു. സമ്മർദ്ദങ്ങളിൽ സൗന്ദര്യം വിരിയിക്കുന്ന, നിരാശകളിൽ നിന്നും പ്രകാശം പരത്തുന്ന, മുൻവിധികൾ ഒറ്റയ്ക്ക് തിരുത്തി കുറിക്കുന്ന ആ മനുഷ്യനെ അവർ അകമഴിഞ്ഞ് ആരാധിച്ചു. അയാളും ആ രാജ്യത്തെ തോളിലേറ്റിക്കൊണ്ട് ലോകം ചുറ്റാൻ ആരംഭിച്ചു. അത് പിന്നീട് പോർച്ചുഗലിനെ ഈ ലോകത്തിൻ്റെ നെറുകിലേക്ക് എത്തിച്ചു. ഫുട്ബോൾ ലോകത്തിലെ വമ്പന്മാർക്കിടയിലേക്ക് അയാൾ ആ ടീമിനെയും കൊണ്ട് കുതിച്ച് കയറിക്കൊണ്ടിരുന്നു. അതെ, പിന്നീട് ലോകം ഫുട്ബോളിൽ പോർച്ചുഗലിനെ വാഴ്ത്താൻ ആരംഭിച്ചു. അതിനിടയിൽ മാഞ്ചസ്റ്ററിലും മാൻഡ്രിഡിലും യുവന്റസിലും കണ്ടുതീർത്ത ചരിത്രങ്ങളിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഇതിഹാസത്തിന് സിംഹാസനം അയാൾക്കായി ഒരുക്കി കൊടുക്കേണ്ടി വന്നു. മൈതാനത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒറ്റയാൾ പോരാട്ടങ്ങൾ ഓരോ ആരാധകൻ്റെയും സിരകളെ ചൂടുപിടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ലോങ് റേഞ്ചുകളും ഹെഡറുകളും ബൈസൈക്കിളും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വ്യത്യസ്ത ലീഗുകളിലെ കണക്കുകളെല്ലാം ചരിത്രം കുറിച്ചുകൊണ്ടേയിരുന്നു. വെല്ലുവിളികൾ സംഹരിക്കുന്ന മണിക്കൂറുകളും എൽ ക്ലാസിക്കോയിലെ പ്രതികാരശേഷികളും എല്ലാം അങ്ങനെ കടന്നുപോയി. അതിനിടയിൽ നാഷണൽ വേദികളിൽ 100 തവണ അയാൾ പോർച്ചുഗൽ ടീമിനെയും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒറ്റയ്ക്ക് യുദ്ധങ്ങൾ ജയിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 40 വയസ്സ് പിന്നിട്ടിട്ടും ഇന്നത്തെ ആധുനിക ഫുട്ബോൾ ലോകത്തിലെ തന്നേക്കാൾ പകുതി പ്രായം വരുന്ന യുവത്വങ്ങൾക്കൊപ്പവും കിതയ്ക്കാതെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. അന്തരീക്ഷത്തിൽ മലക്കം മറിഞ്ഞ് ഗോളുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ശാസ്ത്രത്തെ പോലും തോൽപ്പിച്ച് ആകാശത്തേക്ക് പറന്നുയരുകയാണ് അയാൾ. വാട്ട് എ ലെജൻഡറി. അയാൾ ഒരിക്കലും തോൽക്കാൻ ആഗ്രഹിക്കുന്നവനായിരുന്നില്ല. താൻ തന്നെയാണ് ബെസ്റ്റ് എന്ന് അയാൾ എപ്പോഴും അവകാശപ്പെടുകയായിരുന്നു. അതായിരുന്നു അയാളുടെ കോൺഫിഡൻസ് ലെവൽ. ഇക്കഴിഞ്ഞ 20 വർഷക്കാലത്തോളം തന്നെത്താനാക്കിയ ഗെയിമിനോട് അയാൾ പുലർത്തിയ നീതിക്ക് ഇളവുകളുടെ അളവുകോലുകൾ ഉണ്ടായിരുന്നേയില്ല. അതായിരുന്നു സത്യം. അവിടെ തോൽവികൾക്ക് സ്ഥാനം അയാൾ നൽകിയിരുന്നില്ല. സ്വന്തം മനസ്സിനോടും ശരീരത്തോടും പോരാടി വീണ്ടും അയാൾ തോറ്റെടുത്ത് ജയിക്കുവാൻ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. സമകാലിക ഫുട്ബോൾ ലോകം കൊട്ടിയാഘോഷിക്കപ്പെടുന്ന ഇന്നത്തെ തലമുറയോടും സാഹചര്യങ്ങളോടും 40 പിന്നിട്ടിട്ട് പോലും അയാൾ തോൽവി സമ്മതിക്കാൻ വിസമ്മതിക്കുന്നത് എത്ര വ്യക്തമാണ്. അതിരുകടക്കുന്ന പരാമർശങ്ങൾക്കും പരിഹാസനങ്ങൾക്കും മറുപടി നൽകുന്നത് എത്രയോ മനോഹരമാണ്. യൂറോപ്പിൻ്റെ വീണ്ടെടുപ്പിൻ്റെ രാത്രികളിൽ യൗവനം കൊണ്ടാണ് അയാൾ മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ വീണ്ടെടുപ്പുകളിൽ അയാൾ തൻ്റെ ജലാനരകൾ ദാനം ചെയ്യുകയാണ്. തനിക്കെതിരെ മുഴങ്ങുന്ന മെസ്സി ചാൻഡുകൾക്കും വിമർശനങ്ങൾക്കുമെതിരെയുള്ള അയാളുടെ പ്രതികരണ ശേഷിയിൽ ഇന്നും ഇളവുകൾ വന്നിട്ടില്ല. ജയിക്കാനും പ്രതികാരം ചെയ്യാനുള്ള കഴിവ് ഇന്നും അയാളെ വിട്ടു പോയിട്ടുമില്ല. പ്രത്യേകിച്ച് പോർച്ചുഗൽ നാഷണൽ ജേഴ്സിയിൽ. പഴക്കം കൂടുന്തോറും വീര്യം കൂടുന്ന വീണ്ടെടുപ്പിൻ്റെ നായകനായി യൂറോപ്പിൻ്റെ മണ്ണിൽ അയാൾ അവതരിച്ചുകൊണ്ടേയിരുന്നു. കളി കൊണ്ട് മാത്രമായിരുന്നില്ല റൊണോ ഈ ലോകത്തെ വെട്ടിപ്പിടിച്ചിരുന്നത്. തൻ്റെ ജീവിതം പോലും ഈ ലോകത്തേക്ക് മാതൃകയെ ദാനം നൽകുകയായിരുന്നു. തൻ്റെ വാക്കുകളും പ്രവൃത്തികളും തോൽക്കുന്നവരെ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന ആയുധമായി അയാൾ മാറ്റിയെടുക്കുന്നു. അത് പിന്നീട് അമ്മമാരിലേക്കും അച്ഛന്മാരിലേക്കും പ്രായമായവരിലേക്കും ചെറുപ്പക്കാരിലേക്കും കുരുന്നുകളിലേക്കും വരെ പടർന്ന് പന്തലിക്കുകയായിരുന്നു. ആ നാമം കേട്ടാൽ പോലും ആരിലും ആത്മവിശ്വാസത്തിൻ്റെ രോമാഞ്ചം പടർന്നു കയറും. അതിലൂടെ അങ്ങനെ പോർച്ചുഗൽ നാഷണൽ ടീം ലോകത്തിലെ പ്രിയപ്പെട്ട ടീമുകളിലൊന്നായി മാറുകയായിരുന്നു. ഇങ്ങ് കേരളത്തിലും അയാൾക്കും ആ രാജ്യത്തിനും വേണ്ടി വലിയ കൂട്ടം തന്നെ ഉടലെടുത്തു.
പട്ടിണി മൂലം തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ പോലും ശ്രമിക്കുന്നൊരമ്മ. എന്നിട്ടും ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ പിറവിയെടുക്കേണ്ടി വരുന്നു. പിറന്നു വീഴും മുന്നേ തൻ്റെ ജീവനോട് പോലും പോരാടി വന്നവൻ്റെ കഥ പിന്നീട് എങ്ങനെയാണ് പരാജയപ്പെടുക? തുന്നിക്കെട്ടിയ ബൂട്ടിൽ നിന്നും ആരംഭിച്ച പന്താട്ടം ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡിലേക്ക് എത്തുന്നതും ഒരു ചെറിയ സമയം കൊണ്ടല്ല. തോൽക്കാൻ ഇഷ്ടമില്ലാത്ത, വിജയിക്കാൻ മാത്രം ദൃഢനിശ്ചയം വെച്ച് പുലർത്തിയ വർഷങ്ങൾ. ഉയർച്ചയിലേക്ക് എത്തുവാൻ ത്യജിക്കാനും ഉപേക്ഷിക്കുവാനും പഠിച്ച ജീവിതശൈലി. എല്ലാവരേക്കാൾ മികച്ചവനാകാനുള്ള കഠിനാധ്വാനത്തിൻ്റെ പ്രയാസങ്ങൾ. എന്തിനേയും നേരിടാൻ ശേഷിയുള്ള മെൻറ്റാലിറ്റി. അങ്ങനെ പലതും കൊണ്ടും മെരുക്കിയെടുത്തതാണ് നിങ്ങൾ ഇന്ന് കാണുന്ന CR7 എന്ന ഈ വലിയ ബ്രാൻഡ്. ഒരുപക്ഷെ ഭാവിയിൽ റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗൽ നാഷണൽ ടീമിന് ഒരടിത്തറ പോലും സ്ഥാപിക്കുവാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. റൊണോ യുഗം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആരാധകരായി പലരും ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. പക്ഷേ അയാളെ കണ്ട തലമുറ ആ വീരസാഹസിക കഥകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടേയിരിക്കും. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ചവൻ്റെ കഥ. തന്നെ വിശ്വസിച്ച മണ്ണിനും മനിതർക്കും വേണ്ടി ലോകത്തോട് പോരാടിയ കഥ. ലോകത്തിൻ്റെ പൾസിനെ പോലും നിയന്ത്രിച്ചവൻ്റെ കഥ. 40-ാം വയസ്സിലും ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ചവൻ്റെ കഥ. ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തെ സ്വപ്നം കാണുവാൻ പ്രേരിപ്പിച്ചവൻ്റെ കഥ. പ്രതികാരങ്ങൾക്കായി പിറന്നവൻ്റെ കഥ. അത് അന്ധതയുടെ താഴ്വരയിൽ നിന്നും പോർച്ചുഗൽ ജനതയ്ക്ക് വേണ്ടി രക്ഷകനായി മണ്ണിൽ ജന്മം കൊണ്ട അവതാര പിറവിയുടെ കഥ. അയർലൻഡുമായുള്ള മത്സരത്തിന് ശേഷം പോർച്ചുഗൽ താരത്തോട് മീഡിയയുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. പെനാൾട്ടി നഷ്ടപ്പെടുത്തിയതിൽ റൊണാൾഡോ മാപ്പ് ചോദിക്കണോ എന്ന്. മറുപടി ഇങ്ങനെയായിരുന്നു: റൊണാൾഡോ ഞങ്ങൾക്ക് എല്ലാം നേടിത്തന്നവനാണ്. ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാനുള്ളതെല്ലാം അങ്ങേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ്. അയാൾ എന്തിന് മാപ്പ് ചോദിക്കണമെന്ന്? അതെ, ആ വാക്കിലുണ്ടായിരുന്നു ഇന്ന് പോർച്ചുഗൽ ധരിച്ചിരിക്കുന്ന മേൽവിലാസത്തിന് അടിത്തറയിട്ടതുപോലും അയാളായിരുന്നുവെന്ന്, അയാളിലൂടെ ആയിരുന്നുവെന്ന്. പറഞ്ഞതെല്ലാം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചാണ്. അയാൾക്കിന്ന് 40 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്നും ഇന്നലകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിക്കാത്ത ആഴിപോൽ ഫുട്ബോൾ മൈതാനങ്ങളിൽ അയാൾ ആളിപ്പടർന്ന് കയറുകയാണ്. But then Cristiano Ronaldo with another sensational goal. തിരിച്ചുവരവുകളുടെ രാജാവ്, അങ്ങനെയൊരു പേരുണ്ട് ഈ ഫുട്ബോൾ ലോകത്ത് അങ്ങേർക്ക്. അതിൻ്റെ നേർക്കാഴ്ചക്കാരാണ് ഞാനും നിങ്ങളും ഈ ലോകവും. ശരീരത്തിലെ ഏതു ഭാഗം കൊണ്ടും എതിർക്കൂടാരത്തിലേക്ക് പന്തെത്തിക്കാൻ ശേഷിയുള്ള, വായുവിൽ മലക്കം മറിഞ്ഞ് എതിരാളികൾ ഗ്രഹനില തെറ്റിക്കുന്ന, അന്തരീക്ഷത്തിൻ്റെ സമനില മാറ്റിമറിച്ച് ആകാശത്തിലേക്ക് പറന്നുയർന്നു തീർക്കുന്ന ഹെഡറുകളും, കളത്തിൻ്റെ ഏത് കോണിൽ നിന്നും വായുവിനെ കീറിമുറിച്ച് എതിർവല ചലിപ്പിക്കാനുള്ള ശേഷിയും, അതിനുമപ്പുറം എണ്ണം പറഞ്ഞ ഫ്രീക്കുകൾ കൊണ്ട് തലവര മാറ്റുന്ന അവതാരങ്ങളെ വിശേഷിപ്പിക്കുന്ന പേരാണല്ലോ അത്. 20-കാരനും 30-കാരനും 40-കാരനും ഉൾപ്പെടുന്ന 3 അവതാരങ്ങൾ. ഒരു കളിക്കാരൻ്റെ മാക്സിമം ഏജിന് ബഹുദൂരം താണ്ടിയിട്ടും തൻ്റെ ഉടലിലേക്ക് നരാചരകൾ പടർന്നു കയറുവാൻ പോലും അയാൾ ഇന്നും സമ്മതിക്കുന്നില്ല. എണ്ണം പറഞ്ഞ ഗോളുകളും ത്രിലോകം വിറപ്പിക്കുന്ന നിമിഷങ്ങളും അമ്പരപ്പിക്കുന്ന നീക്കങ്ങളും കൊണ്ട് നിറഞ്ഞാടുകയാണ് അയാൾ. അതിൽ പലതവണ രക്ഷകാവതാരവും വീണ്ടെടുപ്പും നടത്തുന്നുണ്ട്. എന്നിട്ടും അയാൾ പലരുടെയും വിമർശക കഥാപാത്രമാണ്. ഹംഗറിയുമായുള്ള മത്സരത്തിന് ശേഷം റോബർട്ടോ മാർട്ടിനസിൻ്റെ മനസ്സ് ഇങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാകുക: വിജയമുറപ്പിക്കാതെ ക്രിസ്റ്റിയെ കളത്തിൽ നിന്നും പിൻവലിക്കാൻ പാടില്ല എന്ന്. മൈതാനത്ത് അയാൾ തുടരുന്ന സമയം എതിർ ടീമിനും താരങ്ങൾക്കും ഇന്നും അയാൾ ഭീഷണി ഉയർത്തുന്നുവെന്ന്. പോയിന്റുകൾ നിയന്ത്രിക്കാൻ അയാൾക്കിന്നും സാധിക്കുന്നുണ്ട്. അയാളിൽ നിന്നും ശേഷിയുണ്ട്. വയസ്സിനാണെന്ന് മുദ്രകുത്തി അയാളുടെ മെല്ലപ്പോക്കും പ്രായവും പോർച്ചുഗലിനെയും മാഞ്ചസ്റ്ററിനെയും തകർത്ത് കളയുമെന്ന് വാദിച്ചവരോട് സമകാലിക കാലം പോലും സംസാരിക്കുന്നത് ഒരു 40-കാരൻ വയസ്സിനെ മുൻനിർത്തിയാണ്. എന്തൊരു കാഴ്ചയാണ്! ഇനിയും അയാൾക്ക് എന്താണ് ഈ ഗെയിമിൽ തെളിയിക്കാനുള്ളത്? കഴിഞ്ഞ 2 ദശാബ്ദമായി ഫുട്ബോൾ ലോകത്തെ സ്വതന്ത്രമാക്കുന്ന ഒരൊറ്റ മരപ്പെയ്ത്തായിരുന്നല്ലോ അയാൾ. റെക്കോർഡുകളെല്ലാം ആ മഹാമേരുവിൻ്റെ പുറകിലായിപ്പോയില്ലേ? യൂറോപ്പിനെയും ലോകത്തെയും കാൽക്കീഴിലാക്കിയില്ലേ?
എന്നിട്ടും മടങ്ങാത്ത അത്ഭുതവാഹിയായി അയാൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേൾഡ് കപ്പ് ഇല്ലല്ലോ എന്നൊരു ചോദ്യം വരുമെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഒത്തൊരുമയുള്ള പോർച്ചുഗൽ ടീം അയാൾക്കത് നേടിക്കൊടുക്കുമെന്ന് റൊണോ ആരാധകർ തിരിച്ചു വാദിക്കുമെന്നും അറിയാം. ഇനിയത് നടന്നാലും നടന്നില്ലെങ്കിലും കണക്കുകൾ അയാളെ അപൂർണനാക്കിയാൽ പോലും അയാൾക്ക് സമമെന്ന് തോന്നുന്നവൻ ഈ ഫുട്ബോൾ ലോകത്ത് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ലോക കിരീടം നേടിയില്ല എന്ന് കരുതി വരാനിരിക്കുന്ന ലോകം അയാളെപ്പറ്റി സംസാരിക്കില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? പ്രപഞ്ചം സാക്ഷിയായി അയാൾ നടത്തിയ വീരസാഹസിക കഥകൾ അയാൾക്ക് വേണ്ടി മനുഷ്യൻ ഭൂമിയിൽ നിലനിൽക്കും കാലത്തോളം സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് റൊണാൾഡോയുടെ ലെഗസി. അതിൽ പാരമ്പര്യം അയാൾ തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണതയ്ക്ക് ലോക കിരീടം വേണമെന്നില്ല. കളവിൻ്റെയും ചതിയുടെയും നിഴലരിക്കാത്ത ചരിത്രം മാത്രം മതിയാകും. അയർലാൻഡുമായുള്ള മത്സരത്തിൽ എണ്ണം പറഞ്ഞ സക്സസ്ഫുൾ പാസുകളും എണ്ണം പറഞ്ഞ 7 ഷോട്ടുകളും സൃഷ്ടിച്ച് നിറഞ്ഞു കളിച്ച റൊണാൾഡോയുടെ പ്ലേയിങ് റേഷ്യോ പോലും എഡിറ്റ് ചെയ്ത് ഇന്നും രസിക്കുന്ന ഈ ലോകത്തോട് ഇനി എന്ത് പറയാനാണ്? അതോ നിങ്ങളിൽ അസൂയയുടെ വിത്ത് മുളച്ചു പോയിരുന്നോ? ഈ പ്രായത്തിലും അയാൾ ഈ ഫുട്ബോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത് കണ്ട് നിരാശ ബാധിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലത്തേക്കും നിങ്ങൾ ഈ ലൂപ്പിൽ തന്നെ തുടരേണ്ടി വരും. മലയാളത്തിൽ അമാനുഷികൻ എന്നൊരു വാക്കുണ്ട്. പലപ്പോഴും അത് അയാൾക്ക് വേണ്ടി മാത്രം രൂപപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മരണത്തെയും മുൻവിധിയെയും സമ്മർദ്ദത്തെയും ഇക്കാലം അത്രയും അതിജീവിച്ചവൻ അവസാന കാലഘട്ടത്തിൽ പോലും ഈ യുഗത്തിലെ യുവപ്രതിഭകളോട് പോലും കയ്യും മെയ്യും മറന്ന് പോരടിക്കുകയാണ്. തൻ്റെ പ്രേം കാലഘട്ടത്തിൽ പിറവിയെടുക്കാത്തവരോട് പോലുമാണ് 40-ാം വയസ്സിലെ അയാളുടെ അവസാന പുറപ്പാട്. അവിടെയാണ് അയാൾ അമാനുഷികനായി മാറുന്നത്. നിങ്ങളിനിയും പരിഹാസനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അയാൾ തൻ്റെ ദൃഷ്ടാന്തങ്ങൾക്ക് മൂർച്ച കൂട്ടി പുനർജനിച്ചുകൊണ്ടേയിരിക്കും. ഒരു 40-കാരൻ്റെ ശാരീരിക പരിമിതികളോട് സന്ധി ചെയ്യാൻ അയാളുടെ മനസ്സനുവദിക്കാത്തിടത്തോളം കാലം ഈ ഗെയിമിനോട് അയാൾക്കുള്ള ഭ്രാന്തമായ അഭിനിവേശത്തെ അടക്കാൻ തുടർ തോൽവികൾക്കോ തീവ്ര നൊമ്പരങ്ങൾക്കോ കഴിയാത്തിടത്തോളം കാലം കുത്തുവാക്കുകളുടെ തീരാമഴയിലും ആക്ഷേപങ്ങളുടെ കുന്തമുനയിലും പരിഹാസങ്ങളുടെ പരമസീമയിലും അയാൾ നിരന്തരം പുനർജനിച്ചുകൊണ്ടേയിരിക്കും. അതിലൊന്നിൽ അയാൾ പൂർണ്ണാവതാരം പ്രാപിക്കും. അത് ഈ ലോകത്തിൻ്റെയും നിങ്ങളുടെയും സമനില പോലും തെറ്റിക്കും. സത്യവും ധർമ്മവും വലയം ചെയ്യും. ഫുട്ബോളിൻ്റെ യഥാർത്ഥ ഉടയോൻ ആരാണെന്ന് നിങ്ങളന്ന് തിരിച്ചറിയും. You can reach areas other footballers just cannot reach. His grasp of the improbable is utterly unique, and whose timing, whose maximising of the moment is unparalleled. Surely, absolutely sensational for Cristiano Ronaldo. As he gets it here, I don't think he's going to hit it. But he's trying to work a little bit more space. A couple of little fakes just gives him that opportunity to get it onto that right. Primeiro lugar, segundos, aos jogadores, todo o staff participou, toda a malta que esteve envolvida. Os primeiros.